ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ്. ഞങ്ങളിതാ വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം പരപ്പനങ്ങാടിയാണ് എൻ്റെ വീട് വരുന്നത്. ഞങ്ങൾക്ക് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമുക്ക് ചായ കുടിക്കാൻ പറ്റിയ സ്പോട്ടൊക്കെ ഉള്ളത്. പിന്നെ അവിടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷേ ഇവർക്ക് നമ്മൾ പരപ്പനങ്ങാടിയിലെ ഗ്രീൻ ഫ്രഷ് തന്നെ വരണം. അമ്മ ഇതാ വർക്ക് കഴിഞ്ഞ് വരികയാണ് കേട്ടോ. അമ്മേനെയും കൂട്ടിയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ഇരിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഓർഡറൊക്കെ പറയുന്നുണ്ട്. 2 പേര് ഷവർമ്മയാണ് കേട്ടോ വാങ്ങിയത്. ഷവർമ്മയും 3 കോഫിയും വാങ്ങി. അമ്മയ്ക്ക് പിന്നെ ഒന്നും വേണ്ടിയിരുന്നു. അമ്മ ഞങ്ങൾ കഴിച്ചോട്ടെ വിചാരിച്ചിട്ട് മിണ്ടാതെ അവിടെ ഇരുന്ന്. ഒരാൾക്ക് പിന്നെ വീഡിയോ എടുക്കുന്നൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുകയാണ്, അമ്മ എന്തെങ്കിലും ചെയ്യട്ടെ വിചാരിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ഷവർമ്മ ഇതാ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. ഒരാൾ കഴിച്ച് അഭിപ്രായമൊക്കെ പറഞ്ഞു തുടങ്ങി, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഷവർമ്മ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ മെല്ലെ മെല്ലെ നുള്ളിപ്പെറുക്കിയിട്ടാണ് തിന്നുന്നത്. അങ്ങനെ നമ്മുടെ കോഫി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ജ്യൂസൊന്നും അങ്ങനെ തണുപ്പായതുകൊണ്ട് എൻ്റെ കയ്യിലുള്ളത് ഒരു കടിക്ക് തിന്നാൻ പറ്റും എനിക്ക്. ഒരു കടിക്ക് 2 കടിക്ക് പറ്റുമോ? കാരണം അത്ര വലിപ്പമുള്ളൂ. 2 കടി. എന്നാൽ 2 കടി കേട്ടോ. പാവല്ലേ, 2 കടി ആക്കി കൊടുക്കാം. ആ അപ്പം അങ്ങനെ അവൻ രണ്ടാമതിന് കുറച്ച് പ്രിപ്പറേഷൻസ് കൊടുക്കുന്നുണ്ട്. കാരണം അങ്ങനെയപ്പം ഞാൻ വായിലേക്ക് കയറ്റുക എന്നുള്ള മാതിരിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ആളൊന്നും കൊടുക്കുന്നുണ്ട്. അത് ചോറ് ഉള്ളിയാക്കുന്ന നമ്മൾ ഉരുട്ടിയിട്ട് വായിലേക്ക് വെച്ച് കൊടുത്തേക്ക് എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട് കേട്ടോ അവൻ്റെ അടുത്ത്. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ അത് കഴിച്ച് കഴിഞ്ഞ് ആ വിജയാഘോഷമാണ് കേട്ടോ കാണിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു ഷോപ്പാട്ടോ, ബേക്കറിയാണ്. അവിടുന്ന് മഞ്ചൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ഓട്ടോ കയറിയിട്ടാണ് പോകുന്നത്, നടക്കാൻ മടിയായതുകൊണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് വീട്. അങ്ങനെ എൻ്റെ വീട് റെയിലിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. ഞങ്ങൾ റെയിൽ കയറി പോവുകയാണ്. വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അമ്പലമുണ്ട് കേട്ടോ. ഒരു അയ്യപ്പൻകാവ് അമ്പലമുണ്ട് അവിടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് നടക്കുകയാണ്. വീട്ടിലതാ നമ്മുടെ അച്ഛമ്മ കാത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. ബൈ.